ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ്. ഇന്ന് ഞാൻ ഓൺലൈനിൽ വരാൻ കാരണം ഒരു ചെറിയ ക്ലാരിഫിക്കേഷൻ വേണ്ടിയിട്ടാണ്. അതായത് കഴിഞ്ഞ ഏപ്രിൽ 14 നമ്മൾ വിഷു കൊണ്ടാടിയില്ലേ? എല്ലാവരും എന്താണ് ആഘോഷം വിചാരിക്കുന്നു. ഫൈൻ. എന്താണ് ഈ വിഷു? എന്തിനാണിത് ആഘോഷിക്കുന്നത്? ആർക്കും അറിയാം? എനിക്കറിയാം 90% ആൾക്കാർക്കും അറിയില്ല, എനിക്കും അറിയില്ല. പക്ഷേ ഒരു 10-60 കൊല്ലം മുമ്പേ എല്ലാം എൻ്റെ അച്ഛനും അമ്മയും എനിക്കിത് പറഞ്ഞു തന്നിരുന്നു. പക്ഷേ എൻ്റെ മെമ്മറി കാർഡ് ഇപ്പം വളരെ വീക്കായത് കാരണം അതൊക്കെ ഞാൻ മനസ്സിൽ നിന്ന് വിട്ടു. പക്ഷേ ഇപ്പോഴും ഓർക്കുന്ന 1-2 കാര്യങ്ങളുണ്ട്. അതായത് വലിയ പപ്പടം 2, പായസം, നല്ലൊരു ഊണ്, അത് കഴിഞ്ഞ് ഒരു കൈനട്ടം എന്നും പറഞ്ഞ് 4-5 കാശ് ചില്ലി കാശ്, അതും കൊണ്ടൊരു ഓട്ടം സിനിമാ തിയേറ്ററിലേക്ക് ഉച്ചയ്ക്ക്. ഇത്രയും എനിക്കറിയാം. പിന്നെ അത് കൂടാതെ കുടുക്കലിലുള്ള ട്രൗസറും ഒരു കുപ്പായവും. അത് കുടുക്കുള്ളതെന്ന് പറയാൻ കാരണം ആ ഓണവും വിഷുവും ആകുമ്പോൾ 2-3 ദിവസം കുടുക്കുണ്ടാവും. പിന്നെ കുടുക്കൊക്കെ പൊട്ടി അറിയാലോ നിങ്ങൾക്ക്, നമ്മൾ പണ്ടത്തെ കാലങ്ങൾ. പക്ഷേ ഇന്നെല്ലാം എൻ്റയർലി ഡിഫറൻസ് ആണല്ലേ വിഷു. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഞാൻ 4-5 ക്ലാസ് സൂപ്പർസ്റ്റിഷ്യസ് ബിലീവിനെ പറ്റി എടുത്തിരുന്നു. അതായത് അന്ധവിശ്വാസം, സൂപ്പർസ്റ്റിഷ്യസ് ബിലീവ്, അതെടുത്തിരുന്നു. ഇപ്പോഴും ഞാനും ഈ വിഷു സംബന്ധമായി നോക്കുമ്പം അതിൽ നിറയെ അന്ധവിശ്വാസമാണ് വിഷുവിൽ. ഈ കണി എന്തിനാണ് വെക്കുന്നത്? അതൊരു കെണിയാണ്. ആലോചിച്ച് നോക്ക്, കണിക്ക് വേണ്ടി ആൾക്കാർ ഓടുകയാണ് സാധനം കളക്ട് ചെയ്യാൻ. ആപ്പിൾ, ഓറഞ്ച്, അത് ഇത് ഒരു വെള്ളരിക്കുണ്ട്, ഒരു മഞ്ഞ കളറുള്ള, അത് കിട്ടാൻ വേണ്ടി ഓട്ടോറിക്ഷ എടുത്ത് കോഴിക്കോട് പോയ പാർട്ടിയൊക്കെ ഉണ്ട്. കൊന്നപ്പൂ ഇല്ലായിട്ട് അവിടെ വീട്ടിൽ മുഴുവൻ റോസാപ്പൂ എല്ലാം ഉണ്ട്. എന്തിനാണ് കൊന്നപ്പൂ വെക്കുന്നത്? അത് അവർക്കറിയില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ചെയ്യണം. പക്ഷെ അത് എന്തിനാണെന്ന് നമ്മൾ അറിയണം. എന്താണ് വെക്കേണ്ടത്? ആക്ച്വലി എന്താണ്, നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന വിളവ് എടുക്കുന്ന സംഭവം അത് വെച്ച് അത് നമ്മൾ രാവിലെ കളി കാണുക, പ്രാർത്ഥിക്കുക, ഈശ്വരനോട്. അതാണ് ആക്ച്വലി വിഷു എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ നിങ്ങൾക്ക് എന്താ അറിയില്ല. ഇപ്പം എന്തുണ്ടെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ ചോദിച്ചാൽ മതിയല്ലോ. നിങ്ങൾ അച്ഛൻ്റെ പേരും കൂടി ഗൂഗിളിൽ ചോദിച്ചാൽ നമുക്ക് അറിയാം. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എല്ലാം ആദ്യം നമ്മൾ എന്തെങ്കിലും ഒരു സംഭവം ചെയ്യുമ്പോൾ അതിനെപ്പറ്റി അന്വേഷിക്കണം. അത് എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത്? ഓക്കെ, ഈ കണി വെക്കുന്നത് ആരാ? അച്ഛനും അമ്മ, ഒന്നുക്ക് അമ്മ അല്ലെങ്കിൽ ഭാര്യ. ഈ 2 പേരാ മെയിൻ ഇതിൻ്റെ ആൾക്കാർ. ഒന്നുക്ക് അമ്മ അല്ലെങ്കിൽ ഭാര്യ ഒരു വീട്ടിൽ. അപ്പം കണി കാണാൻ ആ വർഷം മുഴുവൻ ആ സമ്പത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ അവരല്ലേ കണി കാണേണ്ടത്. അവർ നമുക്ക് വേണ്ടി കണി ഒരുക്കി നമ്മളെ പിടിച്ച് കണ്ണൊക്കെ മൂടി ആടെ കൊണ്ട് അതിലെന്താ ഒരു ന്യായമുള്ളത്? മനസ്സിലായിട്ടില്ല. അപ്പോൾ അവർക്ക് അങ്ങനെയൊന്നും സമൃദ്ധി ഒന്നും വേണ്ട. അവർക്ക് അമ്മയ്ക്കോ ഭാര്യയ്ക്കൊന്നും പിന്നെ എന്ത് കണിയാണ്? അവരും കണി കാണണമല്ലേ. ഇത് പണ്ടാരോ ചെയ്തു, അത് നമ്മൾ അങ്ങനെ പിന്തുടരുകയാണ് അല്ലേ? സത്യമല്ല അത്? വേറെ എന്തെങ്കിലും ഉണ്ടോ അതിൽ? അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ പിന്നെ ഇപ്പം നമുക്ക് അങ്ങനെ ഇഷ്ടമുള്ള സാധനം വെച്ച് നല്ലതാണ് കാണണമെങ്കിൽ അങ്ങനെ നമുക്ക് കുഴിമന്തിയോ ബർഗറോ അൽഫാമോ ഒക്കെ വെച്ചാൽ പോരെ? നമുക്ക് ഇഷ്ടമുള്ള സംഭവമല്ലേ. പിന്നെ എന്തിനാ ഈ സംഭവമൊക്കെ ഒന്ന് വെള്ളരിക്കുകയും ഈ കൂട്ടാനും? ഇപ്പം ചക്ക വെക്കാം. പണ്ട് ചക്ക ഇമ്പോർട്ടൻ്റ്, ഇപ്പം ചക്ക വെക്കാറില്ല. കാരണം ചക്ക അതൊരു ഫാഷനല്ല. അത്ര വലിയ സാധനം, അതൊരു അഗ്ലി സാധനം എന്ന് പറഞ്ഞ് വിട്ടുമ്പോൾ അതാണ് നമ്മുടേത്. ഇത് എന്താ പറയാൻ കാരണം? അത് ഞാൻ പറഞ്ഞ അന്ധവിശ്വാസം എന്ന് പറയാൻ കാരണം, നമ്മളൊരു സംഭവം അറിഞ്ഞിട്ടില്ലെങ്കിൽ ആ സംഭവത്തെ പറ്റി നിങ്ങളെന്താ ചെയ്യുക, മറ്റോൻ എന്താ ചെയ്യുക, അത് നമ്മൾ പിന്തുടരും. അതല്ലേ? ഒരു കഥ ഞാൻ പറയാം. നാട്ടിലൊരു ഫാമിലി, അച്ഛനമ്മ, 2 ആൺകുട്ടികൾ. 2 ആൺകുട്ടികളും വിവാഹം കഴിച്ചു. അപ്പോൾ അവർക്ക് അച്ഛൻ എന്ത് ചെയ്തു? ഒരു വീട് വേറെ ഒരു വീട് എടുത്തു കൊടുത്തു. അപ്പോൾ അനിയൻ അങ്ങോട്ട് മാറി. അനിയൻ മാറിയ സമയത്ത് അച്ഛനും അമ്മയും അവരെ കൂടെ പോയി. ഓക്കെ, ഇപ്പോൾ ഇവിടെ മൂത്ത മോനും ഭാര്യയും കുട്ടികളും മാത്രമായി. അപ്പോൾ എല്ലാ വർഷവും ഇവർ ഈ പണ്ട് ഫാമിലി ഒന്നിച്ചിരുന്നപ്പം മുത്തപ്പൻ ദൈവത്തിന് കൊടുക്കുമായിരുന്നു എല്ലാ വർഷവും. അപ്പം മകൻ അത് പിന്നെ 1-2 കൊല്ലം കഴിഞ്ഞപ്പോൾ അത് നിർത്തി. പിന്നെ ഇപ്പം പയ്യന് തോന്നി പെട്ടെന്ന് അച്ഛനും അമ്മേനെയൊക്കെ ഒന്ന് വിളിച്ചത് ഒന്ന് സന്തോഷിപ്പിക്കാം, ഒരു മുത്തപ്പൻ ദൈവത്തിനോ കൊടുക്കാമെന്ന്. ഓക്കെ, അങ്ങനെ ദിവസം ഫിക്സ് ചെയ്തു. ഒരു ദിവസം 6 മണിക്ക് അച്ഛനും അമ്മയോട് വരാൻ പറഞ്ഞു. എല്ലാം റെഡി. അച്ഛനും അമ്മയും 6 മണിക്ക് വീട്ടിലെത്തി. തറവാട്ടിലെത്തിയാൽ എല്ലാവരും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മുത്തപ്പത്തിനോട് എല്ലാ സംഭവം റെഡി. പക്ഷേ എല്ലാവരും താടിക്ക് കൈ കൊടുത്ത് ദുഃഖിച്ചിരിക്കുന്നു. ചോദിച്ചു, എന്താ മക്കളെ, എന്ത് പറ്റി? അപ്പം മരുമോൾ പറഞ്ഞു, അച്ഛാ, ഏട്ടൻ പോയിട്ട് രാവിലെ പോയതാ, വന്നിട്ടില്ല. എന്തിനാ പോയത്? പൂച്ചനെ പിടിക്കാൻ പോയത്. പൂച്ചനെ പിടിക്കാൻ പോയത്? നമ്മൾ മീൻ പിടിക്കാൻ പോയി, അത് പിടിക്കാൻ പോയി എന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ പൂച്ചനെ പിടിക്കാൻ പോയത് ഫസ്റ്റ് കേൾക്കാണ്. അപ്പോൾ പൂച്ചയെ എന്തിനാ പൂച്ചാൻ ചോദിച്ചു അച്ഛൻ. അല്ല അച്ഛാ, പണ്ട് നമ്മൾ മുത്തപ്പൻ ദൈവത്തിന് കൊടുക്കുമ്പോൾ അച്ഛൻ ഒരു 2 പൂച്ചനെ, വെള്ളപ്പൂച്ചനെ, ഒരു കറുത്ത പൂച്ചനെയും കെട്ടാറില്ലേ സൈഡിൽ കോണിപ്പടിയിൽ? കറുത്ത പൂച്ചനെ ഈ ഡെസ്കിൻ്റെ മുകളിൽ വെളുത്ത പൂച്ചനെയും കെട്ടലില്ലേ കയറിട്ട്? അതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഒരു പൂച്ചയും ഇവിടെ ഉള്ളൂ.
കറുത്ത പൂച്ച, വെളുത്ത പൂച്ച ചത്തുപോയി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ടൗണിൽ പോയിരിക്കുക, എവിടെയെങ്കിലും തേടി കൊണ്ടുവരാൻ വേണ്ടി. അപ്പോഴാണ് അച്ഛൻ കാര്യം മനസ്സിലായത്. കുട്ടികൾക്ക് ഇതെന്താ സംഭവം, മുത്തപ്പൻ ദൈവത്തിന് കൊടുക്കുന്നത് എന്താണെന്ന് മനസ്സിലായിട്ടില്ല. അച്ഛനൊന്ന് എന്തിനാണ് 2 പൂച്ചകളെ പിടിച്ച് കെട്ടിയതെന്ന് വെച്ചാൽ ആ പൂച്ച വീട്ടിലുള്ള പൂച്ചയാണ്. പക്ഷേ മുത്തപ്പൻ ദൈവത്തിന് കൊടുക്കുമ്പോൾ മീനൊക്കെ കരിമീനൊക്കെ ഉണ്ടായിരുന്നു, എന്താ പറയുക കരുവാട, എന്താ പറയുക ഉണക്കരിമീൻ എല്ലാം വെക്കുമല്ലോ. അപ്പോൾ ഈ പൂച്ച മണം കേട്ട് വന്ന് ഡിസ്റ്റർബ് ചെയ്യുന്നതിനെ കൊണ്ട് അച്ഛനത് പിടിച്ച് കെട്ടി വെച്ചതാണ്. കുട്ടികളെന്ത് വിചാരിച്ചു, ഇത് അതിൻ്റെ ഒരു ചടങ്ങാണ്. ആരെ കയ്യിലാണ് ഫാൾട്ട്? അച്ഛനത് അന്ന് പറഞ്ഞു കൊടുത്തില്ല എന്താണ് മുത്തപ്പൻ ദൈവത്തിന് കൊടുക്കുന്നത്, എന്തിനാണ്, എന്താ സംഭവം ഒന്നും കുട്ടിക്കറിയില്ല. 2 പൂച്ച, അതാണ് കഥ. മനസ്സിലായില്ലേ? എനിക്കറിയാം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ് ഇഷ്ടപ്പെട്ടില്ലെന്ന് എനിക്കറിയാം. നോ പ്രോബ്ലം. ഓക്കെ, അങ്ങനെ എടുക്കേണ്ടവർക്ക് എടുക്കാം, പെടേണ്ടവർക്ക് വിടാം. ഓക്കെ, താങ്ക്